ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 6. ഏറ്റവും ഏകാന്തനായ മനുഷ്യൻ. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 20-21 വാക്യങ്ങൾ. നീൽ ആംസ്ട്രോങ്ങും ബ്യൂസ് ആൽഡ്രിനും 1969 ജൂലൈ 20 അവരുടെ ചാന്ദ്ര ലാൻഡിംഗ് മോഡ്യൂളിൽ നിന്ന് പുറത്തുകടന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടന്ന ആദ്യത്തെ മനുഷ്യരായി. എന്നാൽ അപ്പോളോ 11 കമാൻഡ് മോഡ്യൂൾ പറത്തുന്ന അവരുടെ ടീമിലെ മൂന്നാമത്തെ വ്യക്തിയായ മൈക്കിൾ കോളിൻസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ചന്ദ്രോപരിതലം പരിശോധിക്കുന്നതിനിടെയായി ടീം അംഗങ്ങൾ ഗോവേണിയിലൂടെ ഇറങ്ങിയ ശേഷം കോളിൻസ് ചന്ദ്രന്റെ അങ്ങേയറ്റത്ത് ഒറ്റയ്ക്ക് കാത്തുനിന്നു. നീൽ, ബ്യൂസ് എന്നിവരുമായി മാത്രമല്ല, ഭൂമിയിലെ എല്ലാവരുമായും അവന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. നാസയുടെ മിഷൻ കൺട്രോൾ അഭിപ്രായപ്പെട്ടു, ആദാമിന് ശേഷം മൈക്ക് കോളിൻസിനെ പോലെ ഒരു മനുഷ്യനും ഏകാന്തത അനുഭവിച്ചിട്ടില്ല. നമ്മൾ പൂർണ്ണമായും ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന സമയങ്ങളുണ്ട്. ഉദാഹരണത്തിന്, യാക്കോബിന്റെ മകനായ യോസെഫിനെ തന്റെ സഹോദരന്മാർ വിറ്റ ശേഷം കനാനിൽ നിന്ന് മിസ്രൈമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന് എങ്ങനെ തോന്നിയെന്ന് സങ്കല്പിക്കുക. വ്യാജ കുറ്റാരോപണം നടത്തി അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുക വഴി അവൻ കൂടുതൽ ഒറ്റപ്പെടലിലേക്ക് തള്ളപ്പെട്ടു. അടുത്തെങ്ങും കുടുംബമില്ലാത്ത ഒരു വിദേശ നാട്ടിലെ ജയിലിൽ യോസേഫ് അതിനെ എങ്ങനെ അതിജീവിച്ചു? ഇത് ശ്രദ്ധിക്കുക. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. ഉൽപ്പത്തി 39 ആശ്വാസദായകമായ ഈ സത്യം 4 തവണ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണോ? അതോ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടതായി തോന്നുന്നുണ്ടോ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് യേശു വാഗ്ദത്തം ചെയ്ത ദൈവ സാന്നിധ്യത്തിന്റെ സത്യത്തിൽ മുറുകെ പിടിക്കുക. നിങ്ങളുടെ രക്ഷകനായ യേശുവിനോടൊപ്പം നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല. ചിന്തിക്കുക, എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏകാന്തത അനുഭവപ്പെടുന്നത്? നിങ്ങളുടെ ഒറ്റപ്പെടലിന്റെ സമയങ്ങളിൽ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് ദൈവം നിങ്ങളെ എങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്? ദൈവത്തിന് മഹത്വം.